മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് അഹിംസ. ആരെയും ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കരുത് എന്നാണ് ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ പറയുന്നത്. മഹാത്മാഗാന്ധിയും ഉയർത്തിപ്പിടിച്ചത് അഹിംസ എന്ന സന്ദേശമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് അഹിംസ. പക്ഷേ രാഷ്ട്രീയത്തിൽ, പൊതുസമൂഹത്തിൽ ഇന്ന് അഹിംസ എന്ന ഈ ഒരു തത്വം പ്രാപ്തമാണോ അല്ലെങ്കിൽ പ്രായോഗികമാണോ എന്ന ചോദ്യം ഉയരുന്നു. ഇവിടെ പലതരത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തിലും അല്ലാതെയുമൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികളും സംഘടനകളും മത തീവ്രവാദികളും ഛിദ്ര ശക്തികളും ഒക്കെ തന്നെയുണ്ട്. അവരെയൊക്കെ അഹിംസ കൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് ആകുമോ? അവരെ ജയിലിലടച്ച് തിന്നുകൊഴുപ്പിച്ച് അവരെ ആരോഗ്യ ദൃഢഗാത്രരാക്കി മാറ്റുന്നതാണോ നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾ? ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയ്ക്ക് ഏറ്റവും ആധാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചില പ്രവർത്തികളാണ്. വലിയ ഗുണ്ടകളെ, ക്രിമിനൽ സംഘങ്ങളെ ഒക്കെ അദ്ദേഹം വെടിവെച്ചും അടിച്ചും ഒക്കെ തന്നെയാണ് ഒതുക്കുന്നത്. വലിയ ഗുണ്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനിടയിൽ അവർ ഓടി രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ് വെടിവെച്ച് വീഴ്ത്തുന്നു. ഇവരെയൊന്നും വിചാരണയ്ക്ക് പോലും സമ്മതിക്കാതെ ജയിലിലേക്ക് അയക്കുന്നതിന് പകരം കാലപുരിക്ക് അയക്കുന്നു. ഈ ഒരു പരിപാടി തുടങ്ങിവെച്ചത് യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനുമുണ്ട് ചില ന്യായങ്ങൾ. അദ്ദേഹത്തിനും ഈ ഒരു കാര്യത്തിൽ ചില ന്യായങ്ങളും ന്യായവാദങ്ങളും നിരത്താനുണ്ട് എന്നതാണ് ശ്രദ്ധേയം. പൊതുസമൂഹം ചിന്തിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇവരെയൊന്നും ജയിലിലടച്ച് നല്ല ഭക്ഷണവും കൊടുത്ത് തിന്നു കൊഴുപ്പിക്കരുത്, അവർ വീണ്ടും ക്രിമിനലുകളായി തന്നെ തിരിച്ചു വരും, എ ബോൺ ക്രിമിനൽ ഈസ് ഓൾവേസ് എ ക്രിമിനൽ എന്ന തത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ യോഗി ആദിത്യനാഥിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവരും ഉണ്ട്. നിയമം കയ്യിലെടുക്കാൻ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും അനുവാദമില്ല നമ്മുടെ ഭരണഘടനാ പ്രകാരം. പക്ഷേ നിയമം കയ്യിലെടുത്തു പോവുകയാണ് ചില അവസരങ്ങളിൽ എന്നാണ് യോഗി ആദിത്യനാഥ് ഇതിന് നൽകുന്ന വിശദീകരണം. സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ദേശവികസനം സാധ്യമാകൂ. ദേശീയ സുരക്ഷയ്ക്കും സായുധ സേനയോടുള്ള ആദരവിനും നാം വലിയ പ്രാധാന്യം നൽകുന്നു എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. രാജ്യം സുരക്ഷിതമായിരിക്കുമ്പോൾ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിക്കൂ. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന സൈനികരെയും അവരുടെ ത്യാഗത്തെയും ബഹുമാനിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. മനുഷ്യരാശിയുടെ യഥാർത്ഥ മതം അഹിംസയായിരിക്കണം. എന്നാൽ ആരെങ്കിലും രാജ്യത്തിനും സമൂഹത്തിനും ഭീഷണിയായാൽ അവിടെ അഹിംസ കൊണ്ട് കാര്യമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ബലപ്രയോഗമോ മറ്റ് കടുത്ത നടപടികളോ വേണ്ടി വന്നേക്കാം എന്നും യോഗി ചൂണ്ടിക്കാട്ടുന്നു. അഹിംസയാണ് പരമമായ ധർമ്മം. എന്നാൽ ധർമ്മ സംരക്ഷണത്തിനായുള്ള ഹിംസയും അതുപോലെ തന്നെ ധർമ്മമാണ് എന്ന പ്രശസ്തമായ സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇതിന് വിശദീകരണം നൽകിയത്. അഹിംസ ഉത്തമമായ ഗുണമാണെങ്കിലും നീതിയുടെയും ദേശീയ സുരക്ഷയുടെയും സംരക്ഷണത്തിനായി ശക്തിയും ഒക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി ന്യായമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം അത്തരക്കാരെ, രാജ്യത്തിന് എതിരെ നിൽക്കുന്നവരെ, രാജ്യത്തെ ജനങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ, കൊല്ലുന്നവരെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ, പിടിച്ചുപറിക്കുന്നവരെ, കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, രാജ്യദ്രോഹികളെ ഒക്കെ തന്നെ ഹിംസയ്ക്കാണ് പാത്രമാക്കേണ്ടത്. അവരോട് അഹിംസ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പോത്തിനോട് വേദമൊതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ചില സമയങ്ങളിൽ ഹിംസ ധർമ്മത്തിന്റെ പാതയിലൂടെയുള്ള കർമ്മമായി മാറും എന്ന കാര്യമാണ് യോഗി വിശദീകരിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ പാതയിലൂടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നതും ശ്രദ്ധേയം.